നമുക്ക് 4-ാം അധ്യായം, let us turn to chapter 4 verses 1 and 2. അവിടെ നിന്ന് നമുക്ക് അതിന്റെ സറൗണ്ടിങ്ങിലേക്ക് പോകാം. ഞാൻ 4-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. പോളിന്റെ ലാസ്റ്റ് എപ്പിസൽ, ലാസ്റ്റ് ചാപ്റ്റർ, തന്റെ ഹൃദയത്തിന്റെ ആ പെയിൻ, ആ ആഗണി തിമോത്തിയോസിനോട് പറയുകയാണ് ഈ ലേഖനത്തിനകത്ത്. 4-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം വായിക്കുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. പ്രീച്ച് ദ വേർഡ്. പ്രീച്ച് ദ വേർഡ്. ഞാൻ ഇങ്ങനെ അങ്ങ് തുടങ്ങാം. ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ദിസ് ഈസ് നോട്ട് എ കൾച്ചറൽ മാൻഡേറ്റ്, ദിസ് ഈസ് എ ഹെവൻലി കമാൻഡ്. ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു കൾച്ചറൽ മാൻഡേറ്റ് അല്ല, ഒരു സ്വർഗീയ കൽപ്പനയാണ്. പ്രീച്ച് ദ വേർഡ്. പ്രീച്ച് ദ വേർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വേറൊന്നും പറയാനായിട്ട് പോൾ പറയുന്നില്ല. പ്രീച്ചിങ് നത്തിങ് ബട്ട് ദ വേർഡ്. വചനം മാത്രം പ്രസംഗിക്കുക. ആൻഡ് പ്രീച്ച് എവറിത്തിങ് ഇൻ ദ വേർഡ്. ദൈവവചനത്തിലുള്ളതെല്ലാം പ്രസംഗിക്കുക. അതാണ് പോള് എഫസോസിലെ ആ എൽഡേഴ്സിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ ആലോചന മുഴുവനും നിങ്ങളോട് പറഞ്ഞു. ഐ ഷെയർ ദ ഓൾ കൗൺസിൽ ഓഫ് ദ ലോർഡ് എന്നാണ് പോള് ആ എൽഡേഴ്സിനോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തിമോത്തിയോസിന്റെ അവസാന അധ്യായങ്ങളിൽ പോൾ പറയുന്ന കാര്യങ്ങളുടെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം. വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് കമാൻഡാണ്. അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. തന്റെ എല്ലാ കാര്യങ്ങളുടെയും പോൾ സമ്മറൈസ്ഡ് എവറിത്തിങ് ഇൻ വൺ വേർഡ്. പ്രീച്ച് ദ വേർഡ്. പ്രീച്ച് ദ വേർഡ്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഇവിടെ ഈ 2 തിമോത്തി 4:2 ആ ബിബ്ലിക്കൽ മിനിസ്ട്രിയെ മുഴുവൻ പോള് ഇൻ വൺ സിംഗിൾ കമാൻഡ്, ആ ബിബ്ലിക്കൽ ക്രിസ്തീയ ശുശ്രൂഷകന്റെ ആ ഓൾ മിനിസ്ട്രിയെ മുഴുവൻ ഒറ്റ വാക്കിൽ പോൾ മരിക്കുന്നതിന് മുമ്പ് കൺക്ലൂഡ് ചെയ്ത് ഒരു കമാൻഡാക്കി തിമോത്തിയോസിന് കൊടുക്കുകയാണ്. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. നിങ്ങൾ 1 തിമോത്തിയോസ്, 1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 2 ഒന്ന് വന്നാൽ അവിടെ ഈ എൽഡേഴ്സിനോട്, എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സഭയുടെ ബിഷപ്പുമാരാണ്, അധ്യക്ഷന്മാരാണ്. അത് ഓരോ ചർച്ചുകൾ, ചിലർ എൽഡർ എന്ന് വിളിക്കും, ചിലർ ബിഷപ്പ് എന്ന് വിളിക്കും, ചിലർ പാസ്റ്റർ എന്ന് വിളിക്കും. ഓൾ നെയിംസ്, എന്താ പറയാ, ഓൾ നെയിംസ് എല്ലാവരെയും, അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഈ പേരുകൾ. ചാപ്റ്റർ 3 വേഴ്സ് 2 ഒരു പദം കണ്ടോ? അതിന്റെ അവസാന വാക്യം ഏബിൾ ടു ടീച്ച് എന്നൊരു പദം കണ്ടോ? ഉപദേശിക്കുവാൻ സമർത്ഥനും ആയിരിക്കണം. ഒരു സഭയുടെ പാസ്റ്ററോട് പോൾ പറയുന്ന കാര്യമാണ്, എന്താ പറയാ, സ്കിൽഡ് ടീച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്കിൽഡ് പ്രീച്ചർ ആയിരിക്കണം ഉപദേശിക്കാൻ. ഏബിൾ ടു ടീച്ച് എന്നാണ് പോൾ അവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങള് ടൈറ്റസും 1 തിമോത്തിയും ഒക്കെ വായിക്കുമ്പോൾ ആ ശുശ്രൂഷകന്മാരുടെ വളരെ ക്വാളിറ്റീസ് പോൾ പറയുന്നുണ്ട്. പക്ഷെ ഓൺലി വൺ ക്വാളിറ്റി റിലേറ്റഡ് വിത്ത് ഫങ്ഷൻ, എക്സെപ്റ്റ് എവറിത്തിങ് റിലേറ്റഡ് വിത്ത് ക്യാരക്ടർ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു? എല്ലാ കാര്യവും സ്വഭാവമാണ് അവിടെ പറയുന്നത്. എങ്ങനെ ആയിരിക്കണം. എന്നാൽ ഓൺലി വൺ ക്വാളിറ്റി റിലേറ്റഡ് വിത്ത് ഫങ്ഷൻ, ദാറ്റ് ഈസ് ഏബിൾ ടു ടീച്ച് ഓർ പ്രീച്ച് ദ വേർഡ്. അതാണ് ഫങ്ഷൻ എന്ന കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്. കാരണം അതൊരു എന്താ പറയാ, ഒരു ഡോമിനന്റ് സ്കില്ലായിരിക്കണം. കാരണം മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരർത്ഥത്തിൽ പോള് പറയുന്നത് ദൈവവചനം പറയാനാണ്, ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ദ ഓൺലി സോഴ്സ് ഫോർ ദാറ്റ് ഈസ് ദ ഹോളി സ്ക്രിപ്ചർ. വേറെ ഒരു കാര്യമില്ല, ഒരു കമന്ററി ഇല്ല, ഒരു എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷനും ഇല്ല. ഓൺലി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വി ആർ കമാൻഡഡ് ആസ് വാസ് തിമോത്തി ടു പ്രീച്ച് ദ വേർഡ്. അങ്ങനെയെങ്കിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടണം എന്നുള്ളത് ദൈവസഭയിലെ ശുശ്രൂഷകനോടുള്ള കമാൻഡാണ്. വളരെ ക്ലിയർ ആയിട്ട് പോൾ ഇവിടെ പറയുകയാണ്. ഞാൻ ചാപ്റ്റർ 4 വരാം. 2 തിമോത്തി ചാപ്റ്റർ 4. അവിടെ
പോള് പറയുന്ന രണ്ടാം വാക്യം കണ്ടോ, ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൺവീനിയന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതുപോലെ തന്നെ ടൈം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും അല്ലെങ്കിലും, ഓൾവേസ് ബി റെഡി ടു പ്രീച്ച് ദ വേർഡ്. അങ്ങനെയെങ്കിൽ അവിടെ ദ ടൈം ഫോർ ദിസ് ഈസ് ഗിവൺ. പ്രീച്ചിങ്ങിനുള്ള ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടൈം ടു ഡു എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും, ടു ഡു ഓൾ ദ ടൈം, ടു പ്രീച്ച് ഓൾ ദ ടൈം. എപ്പോഴെല്ലാമാണോ അപ്പോഴെല്ലാം പ്രസംഗിക്കണം എന്നാണ് പോൾ പറഞ്ഞേക്കുന്നത്. ടൈം മാത്രമല്ല, പോൾ ഈസ് ഗിവിംഗ് ദ ടോൺ ഓഫ് അതോറിറ്റി. ടൈം മാത്രമല്ല, പ്രസംഗിക്കുന്നതിന്റെ ടോണും പോൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കിയേ. അവിടെ പറയുക, ബട്ട് ദ ടോൺ, എന്താ ടോണ്? റിപ്രൂവ്, റിബ്യൂക്ക് ആൻഡ് എക്സോർട്ട്. നിങ്ങൾ ആ മൂന്നാം വാക്യം കണ്ടോ? അവിടെ ടോൺ പറയുന്നുണ്ട്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ടൈം ആൻഡ് ടോൺ, രണ്ട് കാര്യം പോൾ അവിടെ പറയുന്നുണ്ട്. നോട്ട് ഓൺലി ഗീവ്സ് ദ ടൈം, ബട്ട് ഹി ഗീവ്സ് ദ ടോൺ ഓഫ് അതോറിറ്റി. ആ ടോണിനകത്ത് രണ്ട് കാര്യമുണ്ട്. നെഗറ്റീവ് ടോണും ഉണ്ട്, പോസിറ്റീവ് ടോണും ഉണ്ട്. എന്താ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ? അവിടെ രണ്ട് നെഗറ്റീവ് കണ്ടോ? ശാസിക്കുക, തർജ്ജനം ചെയ്യുക, നെഗറ്റീവാണ്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവാണ്. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നിങ്ങൾ കണ്ടോ അതിനകത്തെ ആ പ്രയോഗങ്ങൾ? ടൈം എന്ന് പറഞ്ഞാൽ ഓൾ ദ ടൈം, ടോൺ എന്ന് പറഞ്ഞാൽ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ദിസ് ഈസ് വാട്ട് വി ആർ കോൾഡ് ടു ഡു. ഇതാണ് സഭയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഏറ്റവും അതിപ്രാധാന്യതയുള്ള ശുശ്രൂഷ, പ്രീച്ച് ദ വേർഡ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ അവിടുന്ന് പതിയണം. പ്രീച്ച് ദ വേർഡ്. വേറെ ഒരു കാര്യവും ഈ നിലയിൽ ഒരു കമാൻഡ് ആയിട്ട് എൽഡേഴ്സിനോട് പറഞ്ഞിട്ടില്ല. പ്രീച്ച് ദ വേർഡ്. അങ്ങനെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന ലോക്കൽ സഭയിലെ ഡോമിനന്റ് ഫാക്ടർ എന്തായിരിക്കണം? പ്രീച്ചിങ് ദ വേർഡ് ആയിരിക്കണം. വേറെ ഒരു കാര്യത്തിനും അതിനൊപ്പം പ്രാധാന്യതയില്ല. എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. പ്രീച്ച് ദ വേർഡ്, പ്രീച്ച് ദ വേർഡ്. നിങ്ങൾക്കറിയാമോ, മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരാണല്ലോ ഈ റോമൻ കാത്തോലിസിസം ബൈബിളിന്റെ മേൽ അധികാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഭക്തന്മാരാണല്ലോ, ഞാൻ ഈ സ്കോട്ട്ലൻഡിലെ ആ ജീവൻ പണയം വെച്ച വിശുദ്ധന്മാരെ പറ്റി വായിക്കായിരുന്നു. സ്കോട്ട്ലൻഡില് അവരൊക്കെ റോമൻ കാത്തോലിസിസം മുന്നോട്ട് വെച്ച സാക്രമെന്റാലിറ്റി അല്ലെങ്കിൽ സാക്രമെന്റലിസം, ആ നിലയിലുള്ള ഒരു രക്ഷാശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ, അങ്ങനല്ല, ദൈവ കൃപയാലാണ്, വിശ്വാസത്താലാണ് രക്ഷ എന്ന് പറയുകയും ദൈവവചനത്തിന്റെ പ്രസംഗം അവരാദ്യം ചെയ്തത് പുൾപിറ്റ് മേളിലാക്കുകയായിരുന്നു, ഒരു വലിയ പോഡിയം. നിങ്ങൾ യൂറോപ്പിൽ ചെന്നാൽ, ഇംഗ്ലണ്ടിൽ ചെന്നാൽ ആ നിലയിലുള്ള ചർച്ചുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആളുകൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഒരു 5 to 10 ഫീറ്റ് മുകളിലേക്ക് കയറി, അവിടെയാണ് അവരുടെ പ്രസംഗ പീഠം. അവിടെയാണ് അവര് പറഞ്ഞത് പ്രീച്ച് ദ വേർഡ്, ദൈവവചനം പ്രസംഗിക്കണം സഭകളിൽ. അങ്ങനെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകൾ ക്രിസ്തീയ സഭയിലേക്ക് വരാനായിട്ടുള്ള കാര്യം. വേറെ ഒരു ഫാക്ടർ വരുന്നില്ല. ദൈവവചനം ഡോമിനേറ്റ് ചെയ്തു ദൈവസഭകളിൽ. ലൂതർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ദ ഹൈയസ്റ്റ് വർഷിപ്പ് ഓഫ് ഗോഡ് ഈസ് പ്രീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചർ. നിങ്ങൾ എന്തിനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് പാട്ട് പാടുന്നതാണ് ഹൈയസ്റ്റ് ഫോം ഓഫ് വർഷിപ്പ് എന്നാണ് നമ്മുടെ, ഞാൻ മ്യൂസിക്കിനെ കുറ്റം പറയാനായിട്ട് പറഞ്ഞതല്ല, അതൊക്കെ വേണം. പക്ഷേ ദൈവവചനത്തെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി ആ ദൈവഹൃത്യം പറഞ്ഞതാണ്, ദ ഹൈയസ്റ്റ് ഫോം ഓഫ് വർഷിപ്പിംഗ് ഗോഡ് ഈസ് പ്രീച്ചിങ് ദ സ്ക്രിപ്ചർ. കാരണം എന്താണെന്നറിയാമോ? ആ ദൈവവചനം പറയുമ്പോഴാണ് ഈ ദൈവം ആരാന്ന് മനസ്സിലാകുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. നോക്കൂ, ഇതേ കാര്യം പോള് തിമോത്തിയോസിനോട് പറഞ്ഞ അതേ കാര്യത്തിന്റെ എക്സാക്ട് സെയിം വേർഷൻ ആണ് ഒരു പേജ് മുന്നോട്ട് മറിച്ച്, ഒരു 1 പേജ്, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 15. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 15. The same words Paul is giving, the same command Paul is giving to elder Titus. എങ്ങനെ വാക്യം? ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. വാക്യം കണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ദീസ് തിങ്സ്. എന്താ ദീസ് തിങ്സ്? നിങ്ങൾ 1-ാം അധ്യായം 2-ാം അധ്യായം വായിച്ചാൽ മതി. ദ സൗണ്ട് ഡോക്ട്രിൻ വിച്ച് ഐ ടോട്ട് യു, ദാറ്റ് ഈസ് ദ ദീസ് തിങ്സ്.
ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പത്യ ഉപദേശം, അതാണ്. നിങ്ങൾ 2:1 വായിച്ചു നോക്കിയേ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത്. സൗണ്ട് ഡോക്ട്രിൻ. ഇവിടെ പോൾ പറയുന്നത്, നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ 3 കാര്യം അവിടെ ഉണ്ട്. 3 things. ദ കണ്ടന്റ്. വാട്ട് ഈസ് ദ കണ്ടന്റ്? ദ ഡോക്ട്രിൻ ആണ് അവിടുത്തെ കണ്ടന്റ്. മെത്തേഡ്, പ്രീച്ചിങ്, ആ ഒരു ഒറ്റ മെത്തേഡ് അവിടെ ഉള്ളൂ. മൂന്നാമത്തേത് അതിന്റെ എക്സ്റ്റെന്റ് കണ്ടോ? എവിടാ? ആരും നിന്നെ തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോബഡി ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം വാട്ട് യു പ്രീച്ച്. പ്രസംഗിക്കുന്ന നീയും കേൾക്കുന്ന ദൈവമക്കളും ഒരുപോലെ ആ ദൈവവചനത്തിന്റെ അണ്ടറിലാണ്. അതാണ് അതിന്റെ എക്സ്റ്റെന്റ്. 3 കാര്യം കിട്ടിയോ? ദ കണ്ടന്റ്, ദ മെത്തേഡ് ആൻഡ് ദ എക്സ്റ്റെന്റ്. ഞാൻ ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നോക്കൂ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാണ്. ഒരു ദേവദാസൻ പറഞ്ഞെന്നറിയാമോ? വെൻ ബൈബിൾ സ്പീക്ക്, ഗോഡ് സ്പീക്ക്. ദൈവവചനം പറയുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. എനി ഡിപ്പാർച്ചർ ഫ്രം സ്ക്രിപ്ചർ ഈസ് ഡിപ്പാർച്ചർ ഫ്രം ഗോഡ് ഹിംസെൽഫ്. ദൈവവചനത്തിൽ നിന്നുള്ള അകലച്ച ദൈവത്തിൽ നിന്നുള്ള അകലച്ചയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ക്രിസ്തുവിനെ വിട്ട്, സുവിശേഷം വിട്ടു എന്നതിന് അവിടെ വായിക്കുന്നത് അവർ ക്രിസ്തുവിനെ വിട്ടു. അതായത് എനി ഡിപ്പാർച്ചർ ഫ്രം ദ സ്ക്രിപ്ചർ ഈസ് ഡിപ്പാർച്ചർ ഫ്രം ഹോളി ഗോഡ്. അങ്ങനെങ്കിൽ ഇന്ന് ദൈവവചനം വേണ്ടെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അത് അടച്ചു വെക്കുന്നതിന്റെ വെളിയിലും കാര്യമുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് തെറ്റി. ദൈവത്തിന് മനുഷ്യനോട് വളരെയധികം കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഒരു പുസ്തകത്തിലാക്കി ദൈവം നമുക്ക് തന്നെ. ദാറ്റ് ഈസ് ഹോളി ബൈബിൾ. വളരെ ഉറപ്പായിരിക്കണം ആ കാര്യത്തിനകത്ത്, വളരെ ഉറപ്പായിരിക്കണം ഈ കാര്യത്തിനകത്ത്. അങ്ങനെയെങ്കിൽ പ്രീച്ചിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് നോട്ട് എ കൾച്ചറൽ മാൻഡേറ്റ്, ഇറ്റ് ഈസ് എ ഹെവൻലി കമാൻഡ്. വളരെ കൃത്യമായിട്ട് പോൾ ആ കാര്യം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദ പ്രീച്ചർ ഈസ് നോട്ട് ഓഫറിംഗ് ഓപ്ഷൻസ്, നോട്ട് ഗിവിംഗ് സജഷൻസ്, ബട്ട് പ്രൊക്ലൈമിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് അതോറിറ്റി. നമ്മുടെ മാൻഡേറ്റ് കൾച്ചറിൽ നിന്ന് വന്നതല്ല. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഗോഡ്. ഇറ്റ് കം ഫ്രം ഹെവൻലി ഗോഡ്. നമ്മുടെ മനസ്സിൽ അതുണ്ടായിരിക്കണം. ദൈവവചനം പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക. നോക്കൂ, അത് പ്രീച്ച് ദ വേർഡ് എന്നുള്ളത് എല്ലാ കാലത്തും, എല്ലാ തലമുറയോടും, വേറെ ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാക്യത്തിന്റെ, അല്ലെങ്കിൽ ചാപ്റ്റർ 4:2 പ്രീച്ച് ദ വേർഡ് എന്നുള്ളത്, അല്ലെങ്കിൽ ദ പ്രീച്ച് ദ വേർഡ് ഓൾ ദ ടൈം, all the places, preach it with authority so that people are warned as well as exhorted. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ജനങ്ങൾ വാൺ ചെയ്യപ്പെടുകയും, ദൈവമക്കൾ, ഞാൻ പറഞ്ഞല്ലോ, ആരും നിന്നെ തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്റ്റെന്റിന്റെ കീഴിൽ പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും ഉണ്ട്, കേൾക്കുന്ന നിങ്ങളും ഉണ്ട്. അതാണ് അതിന്റെ എക്സ്റ്റെന്റ്. നോക്കൂ, അങ്ങനെങ്കിൽ നമ്മൾ ഈ വാക്യം, അല്ലെങ്കിൽ preach the word, വചനം പ്രസംഗിക്കുക എന്നതിന്റെ when we look at the surroundings of that words, we can see 5 compelling reasons Paul given to Timothy. What is the reasons of preaching the Bible? നമ്മൾ ആ ഒരു വാക്യത്തിന്റെ ചുറ്റും നോക്കുമ്പോൾ പോൾ തിമോത്തിയോസിനോട് വചനം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നതിന്റെ 5 കാരണങ്ങൾ അവിടെ ഉണ്ട്. 5 കാരണങ്ങൾ അവിടെ ഉണ്ട്. ഈ 5 കാരണങ്ങൾ ഞാൻ പറയാം. ഈ 5 കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ നിലയിൽ വചന ശുശ്രൂഷ നമ്മുടെ ഇടയിൽ നടന്നാൽ ഉണ്ടാകുന്ന ഒരു 15 ഉണ്ട്, 12 ബെനിഫിറ്റ് ഞാൻ നിങ്ങളോട് പറയാം. അതാണ് റിസൾട്ട്. ഈ നിലയിൽ വചന ശുശ്രൂഷ നടക്കുന്നില്ലെങ്കിൽ ഈ റിസൾട്ട് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ പണ്ട് വളരെ വർഷങ്ങൾ ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുത്ത ഒരു അധ്യാപകൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത ഒരാളുടെ പേര് പറയണം, ആളുടെ പേര് പറയാതെ, അല്ലെങ്കിൽ ഒരു മറ്റൊരു നിലയിൽ പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോഴും ആ ജെയിംസ് അങ്ങനെ തന്നെയായിരുന്നു, 7 വർഷം കഴിഞ്ഞപ്പോഴും ആ ജെയിംസിന് ഒരു വ്യത്യാസം ഉണ്ടായില്ല എന്ന് ആ അധ്യാപകൻ, അദ്ദേഹം വിശുദ്ധനായ ഒരു ദേവദാസനാണ്, എന്നോട് പറഞ്ഞു. ഇന്ന് വളരെ പ്രായമുണ്ട്, 70-75 വയസ്സുണ്ട്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഒരു 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അതിന്റെ മനസ്സിൽ ഇപ്പോഴും നടക്കും. അങ്ങനെ ആകരുത്. ഈ 5 റീസൺസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കർത്താവിന്റെ കരുണയിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇത് എന്താ പറയാ, ദിസ് ഈസ് വെരി ക്രിട്ടിക്കൽ, ഇമ്പോർട്ടന്റ്, അർജന്റ്. അങ്ങനെങ്കിൽ ഇനി നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകണം. അവിടെയാണ് ഈ റീസൺസ് കിടക്കുന്നത്. ബെനിഫിറ്റ് കിടക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലാണ് അതിന്റെ ബെനിഫിറ്റ് കിടക്കുന്നത്. അങ്ങനെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്.
നോക്കൂ, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ, ചാപ്റ്റർ 3 വേഴ്സ് 1 through 9, verses 1 through 9, there we can see the reason number 1. ഞാൻ ആ വാക്യം ഒന്ന് മുഴുവൻ ആദ്യത്തെ വാക്യങ്ങളിലൊന്ന് പെട്ടെന്ന് ഞാൻ വളരെ വേഗത്തിലൊന്ന് വായിച്ചു വിടാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പോൾ പറയുക, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സദ്ഗുണദേശികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് കിടക്കുകയും പാവങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത സ്ത്രീകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. എന്നേസും എംബ്രോസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് വളരാത്തവരും മാത്രമേ അവർ അധികം ഒഴുക്കയില്ല. മേൽ പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെട്ട് വരും. ദിസ് ഈസ് ദ നമ്പർ 1 റീസൺ. അങ്ങനെങ്കിൽ അതിന് ഞാനൊരു പേര് കൊടുക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, വി പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. എന്തുകൊണ്ടാണ് നമ്മൾ വചനം പ്രസംഗിക്കുന്നത്? ഈ കാലഘട്ടത്തിന്റെ അപകടം വചനപ്രസംഗത്തിന്റെ ആവശ്യകതയെ കാണിക്കുകയാണ്. വി പ്രീച്ച് the word because of the danger of the season. ഇവിടെ ഈ വാക്യം വായിക്കുന്നത് ഞാൻ ഈ വാക്യം പൂർണ്ണമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടല്ല. നിങ്ങൾ വേഴ്സസ് 2 to 5 വായിക്കുമ്പോൾ 19 ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. 19 ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ പോൾ പറയുന്നത് ഹെററ്റിക്കൽ ടീച്ചേഴ്സിനെ പറ്റിയാണ്, ദുരുപദേശം പഠിപ്പിക്കുന്നവരെ പറ്റിയാണ്. നിങ്ങൾ അതിന്റെ 6-ാമത്തെ വാക്യം കണ്ടോ? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അവർ വീടുകളിൽ കടക്കും, വചനപരിജ്ഞാനമില്ലാത്ത ആളുകളെ തെറ്റിക്കും. ഇവരെ പറ്റി യൂദായുടെ ലേഖനം വരുമ്പോൾ ഞാൻ വിശദമാക്കാം. ക്രീപ്പിംഗ് ഇൻടു എന്നാ വായിക്കുന്നത്, നുഴഞ്ഞു കയറുക. ഈ നുഴഞ്ഞു കയറുക, ക്രെപ്റ്റ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നുഴഞ്ഞു കയറ്റം. ഈ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ വരുന്നത് കാണത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം ഒരു തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ആള് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹത്തെ കാണാം, പക്ഷേ ഹി ഈസ് ഹൈഡിങ് ഹിസ് ഡോക്ട്രിൻ. അതാണ് ഇതിനകത്ത്. നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഇപ്പം ജുഡൈസേഴ്സ് നുഴഞ്ഞു കയറി എന്നാണ് ഗലാത്യലേഖനത്തിൽ വായിക്കുന്നത്. അതായത് അപ്പുറത്തെ വീട്ടിലെ ഒരു യഹൂദൻ ചർച്ചിൽ വരുമ്പോൾ അവൻ യഹൂദനാണെന്ന് അറിയാം, പക്ഷേ അവൻ കൊണ്ടുവന്ന ഡോക്ട്രിൻ അവൻ ഹൈഡ് ചെയ്ത് വെച്ചു സമയം വരെ. അതാണ് നുഴഞ്ഞു കയറുക എന്നതിന്റെ അർത്ഥം. ഞാനത് ദൈവം അനുവദിച്ച 2-3 ആഴ്ച കഴിയുമ്പോൾ വിശദമാക്കാം. നോക്കൂ, ഇവിടെ കണ്ടോ, ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായി എന്താണ് വാട്ട് ഈസ് ദ ഡേഞ്ചർ ഓഫ് ദിസ് സീസൺ. ദൈവവചനത്തെ തെറ്റായി പ്രസംഗിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതാണ് ഡേഞ്ചർ ഓഫ് ദ സീസൺ. നിങ്ങൾക്കറിയാമോ, എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ രാജ്യത്ത് തന്നെ ഞാൻ മറ്റൊരു സ്റ്റേറ്റിൽ പോയപ്പോൾ ഒരാൾ എന്നോട് വളരെ സീരിയസ് ആയിട്ട്, ഞാൻ ദൈവനൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ എന്നോട്, ഞാൻ പേര് പറഞ്ഞ ചിലർക്കെങ്കിലും അറിയാം, ഇന്ന് ഈ അടുത്തിടയ്ക്ക് നടന്നൊരു കോൺഫറൻസിലെ വലിയ മുന്നിലൊക്കെ നിന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഐ ഡോണ്ട് റിയലി കെയർ വാട്ട് ബൈബിൾ സേസ്, ഐ നോ വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ഞാൻ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഉണ്ടാക്കിയതാണ്. ദൈവവചനം പറയുന്ന അല്ല വലിയ കാര്യം, ഐ നോ വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും അപകടം ഉണ്ടോ അതിനകത്ത്? ദൈവവചനം വിട്ട് അനുഭവത്തിന് പ്രാധാന്യത കൊടുക്കുന്ന, ഒരിക്കലൊരു TV ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീ പറഞ്ഞു, ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഹൗ യു ഡെവലപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രസംഗത്തെ തയ്യാറാക്കി ഉയർത്തിയെടുക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിക്ക് ഇറ്റ് അപ്പ്. എന്നാലും ആ സഹോദരി ഓൾറെഡി വചനം പ്രസംഗിക്കാനായിട്ടുള്ള ആ നിബന്ധനയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സിസ്റ്റർ ആ TV ആങ്കറോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ദൈവവചനത്തെ ഡെവലപ്പ് ചെയ്യത്തില്ല, ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത്. ഞാൻ ആ പറഞ്ഞതിന്റെ ആ ഡേഞ്ചർ, ഞാൻ ആ സെന്റൻസ് എന്റെ മനസ്സിൽ നിന്ന് അതുപോലെ പോയി. ഞാൻ ഓരോരുത്തർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തോണം, ഗോഡ് ടോൾഡ് മീ എന്ന് പറയുമ്പോൾ ആ പറച്ചിലില് ദൈവവചനത്തിന്റെ പുറത്ത് എത്രമാത്രം ആധികാരികതയുണ്ട്. ഈ എഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എല്ലാ കൃപാവരങ്ങളും വിശ്വസിക്കുന്ന ആളാണ്, എല്ലാ കൃപാവരങ്ങളും.
എല്ലാ കൃപാവരങ്ങളും വിശ്വാസ പ്രമാണത്തിന് ഒത്തവണ്ണമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൃപാവരം നിന്ന് പോയിട്ടില്ല. കർത്താവിന്റെ വരവ് വരെ എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിലെ വ്യത്യാസങ്ങൾ ഞാൻ പിന്നെ എപ്പോഴും ആ കാര്യങ്ങൾ പറയാം, ദൈവം അനുവദിക്കുന്നെങ്കിൽ. ഇവിടെ പോൾ പറയുക അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. ഈ ദുർഘട സമയം, ഇവിടെ ഈ അന്ത്യകാലം എന്ന് പറയും, ദുർഘട സമയം, അന്ത്യകാലം, ലാസ്റ്റ് ടൈം ആൻഡ് പെരിലസ് ടൈം, സാവേജ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ക്ലോക്ക് ടൈം, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എറ, അല്ലെങ്കിൽ എപ്പിക്സ്, അല്ലെങ്കിൽ ക്രോണോസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സീസൺ. അതാണ് അതിന്റെ അർത്ഥം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. നമ്മൾ ഓർക്കുന്നത് എന്തോ ബോംബ് പൊട്ടുന്ന അല്ല. ഇവിടെ പറയുന്ന ആ ദുർഘട സമയം, സാവേജ്, അപകടം പിടിച്ച സമയം, പെരിലസ് ടൈം, എപ്പിക് സീസൺ, എറ, ക്രോണോസ്, പറയുന്നത് തെറ്റായ പഠിപ്പിക്കലുകൾ വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ജെറമ്യാ ചാപ്റ്റർ 5 തോന്നുന്നു, ദേശത്ത് ഭയങ്കരവും അതിശയകരവുമായിട്ടുള്ളത് സംഭവിക്കുന്നു. വായിക്കുമ്പോൾ ഓർക്കും എന്തോ ഭൂമികുലുക്കമാണെന്ന്. അല്ല, അവിടെ വായിക്കുന്നത് പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കുന്നു. അതാണ് ജെറമ്യാ പറഞ്ഞത്. അതിന്റെ ഒരു ഹൈ എൻഡ് വേർഷനാണ് പോൾ പറഞ്ഞത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് പറഞ്ഞാൽ, അങ്ങനെങ്കിൽ ലെറ്റ് us think about when ഇത് അന്ത്യകാലം സ്റ്റാർട്ട്. എന്ന് അന്ത്യകാലം തുടങ്ങിയത് കഴിഞ്ഞ നമ്മുടെ കോൺഫറൻസിനല്ല. അന്ത്യകാലം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ the last day began with the arrival of Christ. ജോൺ പറയുന്നില്ലേ, കുഞ്ഞുങ്ങളെ, ദിസ് ഈസ് ലാസ്റ്റ് ടൈം. ഇന്നലെ യോഹന്നാൻ എഴുതിയപ്പോൾ അന്ത്യകാലം തുടങ്ങി. പക്ഷേ we are 2000 years deeper into the last days. അല്ലെ, നമ്മൾ 2000 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് ലാസ്റ്റ് ഡേയ്സ്. ഈ 2000 വർഷം ഞാൻ ഒരു സർവേ ഉണ്ടാക്കി. പ്രധാനപ്പെട്ട കൾട്ടുകൾ എന്തൊക്കെയാണ് ദൈവസഭയിൽ വന്നത്, ആ കൾട്ടുകളെയൊക്കെ എങ്ങനെയാണ് ജയിച്ചത്. ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പ്രീച്ച് ദ വേർഡ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രീച്ച് ദ വേർഡ്. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വെരി ക്ലിയർ ആയിരിക്കണം. നമ്മുടെ മനസ്സിലെ ഒപ്പീനിയൻ പറയാനായിട്ടൊന്നും അനുവാദമില്ല. നമ്മുടെ ചിന്ത പറയാനും അനുവാദമില്ല. ബൈബിൾ എന്ത് പറയുന്നോ അത് പറയുക, അത് വിവരിക്കുക. ഓരോ ചിന്തകളും പറയാനായിട്ട് ബൈബിൾ നമ്മൾ പറയുന്നതിന് തെറ്റുണ്ടെന്നല്ല, പക്ഷെ അതെന്റെ പ്രസംഗമാണ്, അത് ദൈവവചനമാണ്, ദൈവവചന വ്യാഖ്യാനമാണെന്ന് പറയാൻ അനുവാദമില്ല. വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എഴുതിയേക്കുന്ന പാസേജുകൾ. നോക്കൂ, അങ്ങനെങ്കിൽ അന്ത്യകാലം ക്രൈസ്റ്റ് അപ്പിയേർഡ് ആയപ്പോൾ, വെൻ ക്രൈസ്റ്റ് അപ്പിയേർഡ്, അന്ന് ലാസ്റ്റ് ഡേ സ്റ്റാർട്ടഡ്. അങ്ങനെങ്കിൽ 2000 വർഷമായി ഈ അന്ത്യകാലം തുടങ്ങിയിട്ട്. ഈ അന്ത്യകാലത്ത് നിങ്ങൾ പോൾ എഴുതുമ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു അകത്തുണ്ടല്ലേ. പീറ്റർ പറയുന്നുണ്ട് അവർ വരുന്നു. പോൾ പറയുന്നുണ്ട് ഞാൻ പോയ ശേഷം അവർ എഴുന്നേൽക്കും. പക്ഷെ യൂദ പറയുന്നത് എന്നാന്നറിയാം, അവര് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാ പറയും. എത്ര ഡേഞ്ചർ ആണല്ലേ. നോക്കൂ, അങ്ങനെങ്കിൽ അന്ത്യകാലം, ഈ സാവേജ് നേച്ചർ, ദുർഘട സമയം, പെരിലസ് ടൈം, ആ സീസൺ, ആ എപ്പിക്സ്, ഇറ്റ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. 2000 വർഷമായിട്ടുണ്ട്. ആ 2000 വർഷത്തിന്റെ ഇടയിലും സഭ നിൽക്കാൻ കാര്യം എല്ലാ കാലഘട്ടത്തിലും വചനം, ബൈബിൾ പ്രസംഗിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റീസൺ കിട്ടിയ, വി പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. ഈ ഫാൾസ് ടീച്ചേഴ്സിന്റെ അവിടെ അവരുടെ സ്വഭാവമാണ് പറഞ്ഞേക്കുന്നത്. അതെനിക്ക് വേണമെങ്കിൽ അത് തന്നെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അത് തന്നെ ഒരു 5 ദിവസം എടുക്കാം, ആ ക്യാരക്ടറിസ്റ്റിക്സിന്റെ എക്സ്പ്ലനേഷൻ. പക്ഷെ അത് നമുക്ക് ഇന്ന് ആവശ്യമില്ല. അവര് ദ്രവ്യാഗ്രഹികളായിരിക്കും, ദുരുപദേശക്കാർ ദ്രവ്യാഗ്രഹികളായിരിക്കും, സ്വസ്നേഹികളായിരിക്കും, വമ്പ് പറയുന്നവരായിരിക്കും. അവരുടെ ലൈഫും ശുശ്രൂഷയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. അതൊക്കെ വിസിബിൾ മാർക്കാണ്. പക്ഷെ അത് സമയമെടുക്കും നമുക്ക് കണ്ടെത്താനായിട്ട്. എന്നിട്ട് അതിന്റെ 6ാം വാക്യം കണ്ടോ, അവരുടെ വർക്ക്ഔട്ട് ചെയ്യുന്ന, അവര് ഹൗ ദേ ആർ അപ്ലൈയിങ് ദെയർ സ്ട്രാറ്റജി ഇൻ വേഴ്സ് 6. അവര് പഠിപ്പില്ലാത്ത, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ദൈവവചനം പറഞ്ഞു കൊടുത്താലും ഇതാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാത്ത പാവങ്ങളെ കളിപ്പിക്കും. ഞാൻ എപ്പോഴും ഈ നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി ഈ ആളുകളെ വൈകാരികമായിട്ട് ഇളക്കുന്ന ഒത്തിരി പ്രസംഗകരുണ്ട്. ഞാൻ ഈ ദൈവമക്കളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമാണ്. കാര്യം അവർക്ക് ഇത് അറിയാൻ പാടില്ലല്ലോ. അതാണ് ഇതിന്റെ അർത്ഥം. അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അവർക്ക് ദൈവവചനത്തോട് ബന്ധമില്ലല്ലോ. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ആ സഭയിൽ ആ ശുശ്രൂഷകൻ അവരെ വേണ്ട പോലെ ദൈവവചനം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടുണ്ടായ അപകടമാണ്. അതുകൊണ്ട് ആ വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നെയാണ് കുറ്റം പറയേണ്ടത്. ഞാൻ ആ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു. അവരോട്, ആ പാവങ്ങളായ ദൈവമക്കളോട് നമുക്ക് എപ്പോഴും സ്നേഹമാണ് ഉണ്ടാകേണ്ടത്, കമ്പാഷനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ തെറ്റായി പഠിപ്പിക്കുന്ന ആളുകളെ പറ്റി അവെയർ ആകാനായിട്ടുള്ള ദൈവവചന പരിജ്ഞാനം ഇല്ലാഞ്ഞുകൊണ്ട് ഇവരുടെ ഉപദേശം അവരുടെ വീടുകളിൽ ഇവർക്ക് പ്രകടിപ്പിക്കാനായിട്ട്, അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട്, അവരുടെ ഒരു ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്, പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ.
വെരി ക്ലിയർ ആയിട്ട് നോക്കൂ. ഈ സ്ത്രീകളെ കളിപ്പിക്കുന്നു. ഇത് അതിന്റെ അർത്ഥം എന്നാണ്? ഈ കാര്യം അവർ അൺപ്രൊട്ടക്റ്റഡ് ആണ്. സൈറ്റാൻ ഫൗണ്ട് ഈവ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ, അങ്ങനെ നമ്മൾ വായിക്കുന്നു അല്ലേ? അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് പോള് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ ആ കാര്യം പറയുന്നത്. ഇവിടെ അവരുടെ ക്യാരക്ടറിനെ പറ്റി വായിക്കുന്ന അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ ദേ ഹാവ് നോ ട്രൂ പവർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നോ ഇന്റേണൽ ഗോഡ്ലിനെസ്. അവർക്കകത്ത് ഭക്തി ഇല്ല എന്നാണ് പോൾ ഇവിടെ പറയുന്നത്. രണ്ടുപേരുടെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ 3-ാം അധ്യായത്തിനകത്ത് കണ്ടോ? എന്നേസും എംബ്രോസും, ജാനസ് ആൻഡ് ജാംബ്രസ് ഒപ്രസ് മോസസ് ഒപ്പോസ്ഡ് മോസസ്. ബട്ട് വി ഡോണ്ട് സീ ദെയർ ഹിസ്റ്ററി ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്, റൈറ്റ്? പക്ഷെ നമുക്കറിയത്തില്ല, മേ ബി അവർക്കൊരു ട്രഡീഷൻ ഹാൻഡ് ഡൗൺ ചെയ്ത് വന്നതായിരിക്കും. വി ഡു നോട്ട് നോ, നമുക്കറിയാൻ പാടില്ല. പക്ഷെ അവരുടെ സ്വഭാവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവര് ഈ ദുരുപദേശകന്മാരെ പോലെ ആയിരുന്നു. അന്നേരം മോശയുടെ കാലത്തും പെരിലസ് ടൈം ഉണ്ട്, ദുർഘട സമയങ്ങളുണ്ട്, വളരെ അപകടം പിടിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ആ കാര്യം മനസ്സിലാക്കേണ്ടത്, വി പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. ആ കമാൻഡ് ഓർത്തോണം, പ്രീച്ച് ദ വേർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, സഭയിൽ എന്തിനാ ദൈവവചനം പ്രസംഗിക്കുന്നത്? നമ്മുടെ ഇടയിൽ നമ്മുടെ ഡിനോമിനേഷനിലുള്ളവരാണ് എന്ന് പറഞ്ഞു വരുന്നവർ പോലും വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ആ അപകടം കേട്ട് നമ്മൾ ആരും വഞ്ചിക്കപ്പെട്ട് അപ്പോസ്റ്റേറ്റ് ആയി പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പ്രസംഗിക്കുന്നത്. ഞാന് ഇതിന്റെ ഈ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ they are described here according to their character. The heretic teachers അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരെ ഡിസ്ക്രൈബ് ചെയ്തേക്കാണ്. അതിന്റെ 6-ാം വാക്യം they are described according to their ministry, അല്ലെങ്കിൽ അവരുടെ ആ ഫ്രോഡ് ആയിട്ടുള്ള മിനിസ്ട്രിയാണ് 6-ാമത്തെ വാക്യം. 7-8 വാക്യം അക്കോർഡിംഗ് ടു ദെയർ ഡേഞ്ചർ, അവർ ചെയ്യുന്ന ഡേഞ്ചർ എന്താണ് എന്നുള്ളതാണ് 7-8 വാക്യം. 9-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ 7-8 വാക്യം they are counterfeit liars, men of corrupt minds, perverted, unfit, disqualified, rejected as regarded the true faith. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. 9-ാമത്തെ വാക്യത്തിനകത്ത് പോൾ പറയുന്നത് അവർ അധികം മുഴുക്കയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? they were not real. അവർ ഒത്തിരി കാലം നിൽക്കുകയില്ല, പിടിക്കപ്പെടും. പക്ഷെ അവർ അതിനുള്ളിൽ വഞ്ചിക്കാവുന്ന പാവങ്ങളെയൊക്കെ എന്ത് ചെയ്ത് കളയും? വഞ്ചിച്ച് കളയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ നമ്മൾ ദൈവവചനം പഠിപ്പിക്കുന്നതിന്റെ 1-ാമത്തെ കാര്യം, എവറി ഡേ ദ ഹെററ്റിക്കൽ ടീച്ചിങ് ആർ അക്യൂമുലേറ്റിംഗ്. ഇങ്ങനെ കൂടി വരികയാണ്. ആ അപകടം വരാതിരിക്കണമെങ്കിൽ preach the word. 1-ാമത്തെ കാര്യം. 2-ാമത്തേത് 10-ാം വാക്യം വേഴ്സ് 10. Now you followed my teaching, conduct, purpose, faith, patience, love, perseverance. അങ്ങനെ ലിസ്റ്റ് പോവുകയാണ്. ഞാൻ വായിക്കാം. നീയോ ഒരു there is a transition in verse 10. But you, കണ്ടോ? But you, നീയോ എന്റെ ഉപദേശം കേട്ടു, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയെ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് ഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. വാക്യം കണ്ടോ? 2-ാമത്തെ കാര്യം പോൾ പറയുകയാണോ? 1, ഡേഞ്ചർ ഓഫ് ദ സീസൺ. 2, എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മാതൃക അവിടെ ഉണ്ട്. നിനക്ക് ധ്യാനിക്കാവുന്ന ഒരു നല്ല മാതൃക അവിടെ ഉണ്ട്. എന്താ? പോള് കാണിച്ചൊരു മാതൃക. നീയോ എന്റെ ഉപദേശം കേട്ടു. മനസ്സിലാവുന്നോ? ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. പോള് പറയുന്നത് ബട്ട് യു മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഫോളോ ഇൻ ദ ലൈൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഹൂ വെന്റ് ബിഫോർ യു. നിനക്ക് മുമ്പേ ഈ കാര്യം ചെയ്ത ആളുകളെ അനുകരിക്കുക. എന്തുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കണം? വി ഹാവ് എ ലോങ് ലൈൻ ഓഫ് പ്രീച്ചേഴ്സ് ഹൂ വെന്റ് ബിഫോർ അസ്. ഒരു കർത്താരദാസൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മരിച്ചുപോയ ആളുകളാണ് എന്നൊരാൾ പറഞ്ഞു. ഒരു ഭക്തനായ ഒരാൾ പറഞ്ഞ കാര്യമാണ്. അതിന്റെ വിശദീകരണം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, they were faithful preachers of the Bible. ഇവിടെ
പോൾ പറയുന്നത് ഫോളോ ഇൻ ദ ലൈൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഹൂ വെൻ ബിഫോർ യു. മനസ്സിലാവുന്നോ? അങ്ങനെങ്കിൽ ദൈവവചനത്തോട് എല്ലാ കാലത്തും നിന്ന ഒരു ലോക്കൽ സഭയുണ്ട്, ഒരു 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 വിസിബിൾ ചർച്ചുണ്ട്. മനസ്സിലാവുന്നോ? ആ സഭയുടെ ഭാഗമാണ് നാം. നമുക്കൊരു ലോങ് ലൈൻ ഓഫ് ട്രഡീഷൻ ഉണ്ട് ആ കാര്യത്തിനകത്ത്. എപ്പിസ്കോപ്പൽ സഭകൾ കൈവപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന അല്ല, ഫെയ്ത്ത് ആണെന്നാണ് പറയുന്നത്. വിശ്വാസമാണ് കൈമാറി കിട്ടിയത്, ദൈവവചനമാണ് കൈമാറി കിട്ടിയത്. ഇവിടെ പോൾ പറയുന്ന രണ്ട് കാര്യമുണ്ട്. യു ഫോളോ മൈ ടീച്ചിങ് ആൻഡ് യു ഫോളോ മൈ കോണ്ടക്ട്. രണ്ട് കാര്യം കിട്ടിയോ? നിങ്ങളെ വാക്യം വായിച്ചു നോക്കിയാൽ എന്റെ ഉപദേശം മാത്രമല്ല, എന്റെ നടപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യു ടീച്ച് വാട്ട് ഐ ടോട്ട് ആൻഡ് ആക്ട് ലൈക്ക് ഐ ആക്ടഡ്. ഓ, നല്ലൊരു ലീഡർ അല്ലേ? എന്റെ ഉപദേശം മാത്രമല്ല, എന്റെ നടപ്പും. അതാണ് നമ്മൾ ടൈറ്റസിൽ വായിച്ചത്, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ദ എക്സ്റ്റെന്റ്. അതിനകത്ത് പോളും ഉണ്ട്, ടൈറ്റസും ഉണ്ട്, തിമോത്തിയും ഉണ്ട്, ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. ലോങ് ലൈൻ ഓഫ് ട്രഡീഷൻ. നമുക്ക് ഇവരെ ഇങ്ങനെ ഓർക്കാനായിട്ട് കഴിയും, ഭക്തന്മാരെ ഇങ്ങനെ ഓർക്കാനായിട്ട് കഴിയും. ഇവിടുത്തെ 3 സ്ഥലപ്പേര് നിങ്ങൾ കണ്ടോ? അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ര. ഇതെന്തെങ്കിലും പരിചയമുണ്ടോ? തിമത്തി ലുസ്രയിലുള്ള ആളായിരുന്നു അല്ലേ? ലിസ്ര എന്നാണ് നമ്മൾ വായിക്കുന്നത്. അന്ത്യോക്യ, ഇക്കോന്യ തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. മനസ്സിലാവുന്നു? അങ്ങനെങ്കിൽ അവിടെ നടന്ന പോൾ അവിടെ ചെന്നപ്പം സൗഖ്യമാക്കിയതും താൻ ഉപദ്രവം സഹിക്കേണ്ടി വന്നതും അവിടെയും വചനം പറഞ്ഞതും എല്ലാം തിമത്തിക്കറിയാം. അന്നു മുതൽ തിമത്തിക്കറിയാം. തിമത്തിയോട് പറയാ, അന്നു മുതൽ. നമുക്ക് ഇങ്ങനെ പറയാം, തിമത്തി പ്രോബബ്ലി ഹേർഡ് പോൾസ് പ്രീച്ച് ദെയർ ഫസ്റ്റ്. ആ ക്രിപ്പിൾഡ് ആയിട്ടുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് തിമത്തി കണ്ടായിരിക്കാം. നമ്മൾ ആക്സ് 13:40 വായിക്കുന്നുണ്ടല്ലോ. അവിടെ അവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോയ ഉപദ്രവം തിമത്തി കണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അടുത്ത വാക്യം പറയുന്നത്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാവും. കാര്യം തിമത്തിക്ക് ആ സംഭവങ്ങളെല്ലാം അന്ന് ആരംഭം മുതല് തിമത്തിക്ക് അറിയാം. എന്നിട്ട് തിമോത്തിയോസിനോട് പോൾ പറയുക, നീ പഠിച്ചത്, നീ എന്റെ ഉപദേശമാണ് പഠിച്ചത്, നീ എന്റെ കോണ്ടക്റ്റ് ആണ് കണ്ടത്. ടീച്ച് വാട്ട് ഐ ടോട്ട് യു, ലീവ് ആസ് ഐ ലീവ് ബിഫോർ യു. മനസ്സിലാവുന്നു ആ പദത്തിന്റെ അർത്ഥം? അങ്ങനെങ്കിൽ എന്തുകൊണ്ടാ വചനം പ്രസംഗിക്കേണ്ടത്? ദൈവസഭകളിൽ ഒരു ലോങ് ലൈൻ ഓഫ് ഫെയ്ത്ത്ഫുൾ പ്രീച്ചേഴ്സ്. വി ക്യാൻ സീ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി. അവര് വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിച്ചു. നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 2 തിമോത്തി 2:2 കണ്ടോ? You therefore, my son, be strong in the grace that is in Christ, the things which you have learned from me. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഭരമേൽപ്പിച്ച, എൻട്രസ്റ്റ് ചെയ്ത, ഡിപ്പോസിറ്റ് ചെയ്ത, ഹാൻഡ് ഡൗൺ ചെയ്ത ട്രൂത്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. മനസ്സിലാവുന്നോ? നോക്കൂ, ഡിവോഷൻ ടു ദാസ്. നമ്മൾ ഈ എബ്രായ ലേഖനം 12 ഒരു വാക്യമുണ്ട്, മഹിമകളെ ദുഷിക്കുന്നവർ എന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ജീവിച്ച ഫെയ്ത്ത്ഫുൾ പ്രീച്ചേഴ്സിനെ ഒക്കെ ദുഷിക്കുവാണെങ്കിൽ, എനിക്കറിയാം, ഐ നോ മോഡേൺ പ്രീച്ചേഴ്സ് ആർ മോക്കിംഗ് ഫെയ്ത്ത്ഫുൾ പ്രീച്ചേഴ്സ് ഓഫ് ദെയർ പാസ്റ്റ്. ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട് സ്റ്റേജിൽ പോലും അങ്ങനെ പറയുന്നത്, മഹിമകളെ ദുഷിക്കുന്നവർ എന്നാണ് അവരെ ബൈബിൾ വിളിക്കുന്നത്. അത് മറ്റൊരു കോണ്ടസ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്, എബ്രായ ലേഖനം പഠിപ്പിക്കുകയല്ലോ. എങ്കിലും അതിന്റെ അർത്ഥം അത് തന്നെയാണ്, സെയിം മീനിങ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ് നമ്മൾ എന്താ ദൈവവചനം പ്രസംഗിക്കാൻ കാര്യം? ലോങ് ലൈൻ നമുക്കാണ്. യു പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. യു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? And he was a preacher. God has only one son. He was a preacher. And his forerunner was preacher, John the Baptist. And his apostles was preachers. And it is still the preaching of the cross that causes the transformed heart to believe. വേറൊരു കാര്യമില്ല, ദൈവവചനം പ്രസംഗിക്കുക. ഞാൻ ഈ സന്ദേശം പ്രിപ്പയർ ചെയ്തപ്പം ചർച്ച് ഹിസ്റ്ററിയിലൂടെ മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. എന്റെ അറിവ് ഞാൻ വായിച്ചിട്ടുള്ളതിലൂടെ എല്ലാം യാത്ര ചെയ്തു. ഞാനൊരു 5-6 പേരുടെ പേര് പറയാം. ജോൺ നോക്സ്, നിങ്ങൾ കേട്ടു കാണും. അദ്ദേഹത്തെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞെന്നാണ് പറയുന്നത്. പൊട്ടിക്കരഞ്ഞു. ഇത്രയും വലിയൊരു ശുശ്രൂഷ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. പൊട്ടിക്കരഞ്ഞു.
ജോൺ ഹസ്, സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു ജോൺ ഹസ്, മറന്നു പോരുത് ആ പേര്. പ്രസംഗിച്ചു എന്ന കാരണം കൊണ്ട് റോമൻ കാത്തലിക് ചർച്ച് അദ്ദേഹത്തെ കത്തിച്ചു കളഞ്ഞു. ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക്, കത്തിച്ചു കളഞ്ഞു. ലൂതർ പ്രീച്ചറായിരുന്നു, ചാൾസ് സ്പർജൻ പ്രീച്ചറായിരുന്നു, ജോൺ വെസ്ലി ഗ്രേറ്റ് പ്രീച്ചറായിരുന്നു, ചാൾസ് ഫിന്നി വളരെ നല്ല പ്രീച്ചേഴ്സ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ what a privilege it is to stand in the long line of faithful men who have done this preaching. എത്ര അനുഗ്രഹമാണ് നമുക്ക് അങ്ങനെ ദൈവവചനം പ്രസംഗിക്കുന്ന ആ വിസിബിൾ ചർച്ചിന്റെ ലൈനിൽ നിൽക്കുവാൻ ദൈവം കൃപ നൽകിയത്. എല്ലാ കാലഘട്ടത്തിലും ആ ചർച്ച് ഒരു ചെറിയ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു, ഒരു ലാർജ് കമ്മ്യൂണിറ്റി ആയിരുന്നില്ല. പ്രീച്ച് ദ വേർഡ്. ഒരു പ്രസംഗകൻ എഴുന്നേറ്റ് നിൽക്കുമ്പം തന്റെ മനസ്സിക്കട വരുന്നതെല്ലാം ആത്മാവ് പറയുന്നതാണെന്ന് പറയുന്നത് വഞ്ചനയാണ്. അങ്ങനല്ല. പ്രീച്ച് ദ വേർഡ്. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഇതിനകത്തുണ്ടെന്നാണ് തിരുവെഴുത്തങ്ങളോട് എന്ത് ചെയ്യുന്നത്. ഈ ദൈവവചനത്തിന്റെ സഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ റീസൺ. ഞാൻ 5 കാര്യം പറയാനായിട്ട് എന്റെ സമയം തീരത്തില്ല. മൂന്നാമത്തെ കാര്യം, ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 കാര്യം. ഒന്ന്, ഡേഞ്ചർ ഓഫ് ദ സീസൺ, എറേഴ്സ് ആർ അക്യുമുലേറ്റിംഗ് എവറി ഡേ. രണ്ടാമത്തേത്, ഡിവോഷൻ ടു ദ സെയിൻ, ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. കാരണം ഒരു ലോങ് ലൈൻ ഭക്തന്മാർ ഇതിനു വേണ്ടി ജീവൻ കൊടുത്തതാണ്. മൂന്നാമത്തെ കാര്യം, ആ വാക്യത്തിന്റെ ഇതിന്റെ റെഫറൻസ്, സെക്കൻഡ് പോയിന്റ് റെഫറൻസ് നിങ്ങൾ 10 to 14 വായിക്കണം. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഉള്ളത്. എനിക്ക് അതൊന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല. മൂന്നാമത്തെ റീസൺ അവിടെ ഉള്ളത് വേഴ്സസ് 15 through 17, 15 മുതൽ 17 വരെയാണ്. 15 മുതൽ 17 വരെ. എന്താ മൂന്നാമത്തെ റീസൺ അറിയാമോ? അവിടെ വായിക്കുന്ന 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അങ്ങനെങ്കിൽ തേർഡ് റീസൺ അവിടെ ഉണ്ട്. Third reason we preach the word, because of the dynamic effect of the scripture. Because of the dynamic of the scripture, dynamic effect of the scripture. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്? ദൈവവചനത്തിന്റെ ശക്തിയാണ് അതിന് കാരണം. നിങ്ങൾ ആ വാക്യം കണ്ടോ? നീയോ ഇന്നവരോട്, ആ ഇന്നവരോടെന്ന് പറഞ്ഞാൽ ആരാണ്? From Paul, right? From Paul. You however continue the things you have learned and become convinced of, know him from whom you have learned them. From Paul. നീയോ ഇന്നവരോട് ബാല്യം മുതൽ പഠിച്ചു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. അങ്ങനെങ്കിൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന തിരുവെഴുത്ത് എന്നുള്ള അർത്ഥം ഇൻക്ലൂഡിങ് ന്യൂ ടെസ്റ്റ്മെന്റ് ടു, റൈറ്റ്? കാര്യം ക്രിസ്തുയേശുവിലെ വിശ്വാസം മൂലം രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണോ? അല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. കാര്യം എത്ര ക്ലിയർ ആയിട്ടാണ് ഡോക്ടറിൻ, ക്രിസ്തുയേശുവിലെ വിശ്വാസം മൂലം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ, കണ്ടോ? ദ സഫിഷ്യൻസി ഓഫ് സ്ക്രിപ്ചർ, മതിയായ ആ വാക്കുണ്ടോ? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ, ദ സഫിഷ്യൻസി ഓഫ് സ്ക്രിപ്ചർ. അത് മറ്റൊരു സബ്ജക്റ്റ് ആണ്. എന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട് അത് എടുക്കണമെന്ന്, അറിയില്ല, ദൈവം വെച്ചെടുക്കാം. മതിയായ, ഇറ്റ് ഈസ് ഇനഫ്, ഇറ്റ് ഈസ് സഫിഷ്യന്റ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ് റെവലേഷൻ. യോഹന്നാൻ കർത്താവേ വരണമേ എന്ന് പറഞ്ഞ് ആ പേന ആ താഴെ വെച്ചപ്പോ കാനോൻ ക്ലോസ്, രക്ഷയ്ക്ക് മതിയായ തിരുവെഴുത്ത്. നോക്കൂ, ഇവിടുത്തെ ആ ഡൈനാമിക് എന്നുള്ളത് ഒരു ചോദ്യം. ഡസ് ദ സ്ക്രിപ്ചർ ഗീവ് ദ വിസ്ഡം ദാറ്റ് ലീഡ്സ് ടു സാൽവേഷൻ? ആൻസർ യെസ്. ദാറ്റ് ഈസ് ഇനഫ്, അല്ലെ? അത് മതി, അത് മതി. ദാറ്റ്സ് ഓൾ ഐ നീഡ് ടു നോ. വേറൊന്നും എനിക്കറിയണ്ട. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. എനിക്ക് അത് പ്രസംഗിച്ച് തീർക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ എനിക്ക് അല്പം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. എന്റെ പുള്ളിയോടെ പറയുന്നത്, ദ പവർ ഈസ് ഇൻ ദ ട്രൂത്ത്. ദൈവവചനത്തിലാണ് സത്യം. മറ്റൊരു പറയുന്നതോ, അവര് അവിടുത്തെ ഒരു വാക്യം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. 13-ാം വാക്യം കണ്ടോ? ദുഷ്ട മനുഷ്യരെ മായാവികളും വഞ്ചിക്കപ്പെട്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുറിന്നു വരും. ബട്ട് ഈവിൾ മെൻ ആൻഡ് ഇമ്പോസ്റ്റേഴ്സ് വിൽ പ്രൊസീഡ് ഫ്രം ബാഡ് ടു വേഴ്സ്. എന്തൊരു വാക്കാന്നുണ്ട്, ഫ്രം ബാഡ് ടു വേഴ്സ്. അറിയാം, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേക്കാൾ നാളെയാണ് അപകടം.
നമ്മുടെ ഇടയിലും ഇതുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. പ്രീച്ച് ദ വേർഡ്. സ്തോത്രം. ദൈവവചനത്താലാണ് ഇവിടെ രണ്ട് എഫക്റ്റ് ആണ് വചനത്തിന്റെ ഈ ഭാഗത്തിനകത്തുള്ളത്. ദിസ് വേർഡ് വിൽ സേവ് യു ആൻഡ് ദിസ് വേർഡ് വിൽ എഡിഫൈ യു. എന്നോട് പറഞ്ഞാൽ ദ വേർഡ് വിൽ സേവ് യു ആൻഡ് ദിസ് വേർഡ് വിൽ സാൻഡിഫൈ യു. അതാണ് 15, 16, 17 വാക്യം. ഈ വചനം നമ്മളെ രക്ഷിക്കും, ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. കണ്ടോ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. 2, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇറ്റ് സേവ്സ് ആൻഡ് ഇറ്റ് സാൻഡിഫൈസ്. ഇറ്റ് സേവ്സ് ആൻഡ് ഇറ്റ് എഡിഫൈസ്. 2 കാര്യവാക്യത്തിനകത്ത് കണ്ടോ, ദിസ് ഈസ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. ദിസ് ഈസ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. ഞാൻ അത് അല്പം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ചില പദങ്ങളൊക്കെ ഉണ്ട്. കോണ്ടെക്സ്റ്റലൈസിങ് ഗോസ്പൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നോട് ആൾക്കാർ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞ പോലെ അമേരിക്കനൈസ്ഡ് ചർച്ച ഞങ്ങളുടെ. അങ്ങനെ ഒരു കാര്യം, ആഫ്രിക്കനൈസ്ഡോ അമേരിക്കനൈസ്ഡോ ഇന്ത്യനൈസ്ഡോ ഒന്നുമില്ല. സ്ഥലം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യത്യാസം. നമ്മൾ പറയുന്ന എന്തെങ്കിലും ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ ആ നാട്ടിലെ പറയാറുണ്ടായിരിക്കും കാര്യം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ പ്രീച്ച് ദ വേർഡ്. അതുകൊണ്ട് നമ്മുടെ ചർച്ച ബിബ്ലിക്കൽ ചർച്ചാണ്. നമ്മുടെ മനസ്സിൽ നിങ്ങൾ ഏത് ചർച്ച, നിങ്ങളുടെ ചർച്ച എങ്ങനത്തെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബിബ്ലിക്കൽ ചർച്ച, ബൈബിളികമായ സഭയാണ്. അതുകൊണ്ട് കോണ്ടെക്സ്റ്റലൈസിങ് ഗോസ്പൽ എന്നുള്ളത് വചനത്തോട് ഫിറ്റ് ആകത്തില്ല. നമുക്ക് എല്ലാ കാലത്തും പറയാനായിട്ടൊരു മെസ്സേജ് ഉണ്ട്. ആക്സ് 1:8. ആകയാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന ശേഷം, അല്ലെങ്കിൽ when you receive the power, when the Holy Spirit comes on you, you will be my witnesses in Jerusalem and all Judea and in Samaria and uttermost part of the earth. എന്ന് പറഞ്ഞാൽ we all എന്താ പറയുക, Christ handed down one message to all generation, to all ages and to all continent. Only one message. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ മെസ്സേജിന്റെ 2 എഫക്റ്റ് ആണ്. ആ മെസ്സേജ് നമ്മളെ സേവ് ചെയ്യും, ആ മെസ്സേജ് നമ്മളെ സാൻഡിഫൈ ചെയ്യും. ദിസ് ഈസ് ദ ഡൈനാമിക് എഫക്റ്റ് ഓഫ് ദ സ്ക്രിപ്ചർ. എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. വൈ ഡു വി പ്രീച്ച് ദ വേർഡ്? ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. ബിക്കോസ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ്. 2ാമത്തെ കാര്യമാണ്, വി ഹാവ് എ ലോങ് ട്രഡീഷൻ ഓഫ് പ്രീച്ചേഴ്സ് ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. 3ാമത്തേത് ഈ വചനത്തിന്റെ ശക്തിയാണ്. വൈ ഡു വി പ്രീച്ച് ദ വേർഡ്? ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് എഫക്റ്റ് ഓഫ് ദ സ്ക്രിപ്ചർ. 15 കാര്യങ്ങളെ പറയാനായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാനായിട്ട് നോക്കാം. കർത്താവിന്റെ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.